Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമ്മൾ പറഞ്ഞു വന്നത് സൂറത്ത് മാഇദയിലെ 89-ാമത്തെ ആയത്താണ്. അത് പകുതി നമ്മൾ പറഞ്ഞു, അവിടുന്ന് അങ്ങോട്ടാണ് പറയാനുള്ളത്. എന്നാൽ ആദ്യം മുതൽ അർത്ഥം പറഞ്ഞതിന് ശേഷം ബാക്കി വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون لا يؤاخذكم الله അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല ബില്ലഗ്വി ഫി ഐമാനിക്കും പാഴ് ശബദങ്ങളിൽ, ബില്ലഗ്വി വെറുതെ ചെയ്യുന്ന, ഫി ഐമാനിക്കും നിങ്ങളുടെ ശബദങ്ങളിൽ, മനസ്സറിയാതെ വന്നു വീഴുന്ന ബോധപൂർവമല്ലാത്ത ശബദങ്ങളിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. അല്ലാത്ത പക്ഷം തെറ്റായ കാര്യം ചെയ്യുമെന്ന് ശപഥം ചെയ്താലും ശരിയായ കാര്യം ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്താലും അള്ളാഹു പിടികൂടും. അപ്പോൾ ആ ശബദങ്ങളിൽ നിന്ന്, ആ സത്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. വലാക്കിൻ എന്നാൽ യുആഖിദുക്കും അവൻ നിങ്ങളെ പിടികൂടും. പിടികൂടും എന്ന് പറഞ്ഞാൽ അത് നടപടിക്ക് വിധേയമാകും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ബിമാ അഖത്തുമുൽ ഐമാന, നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത ശബദങ്ങൾ കൊണ്ട്. അഖദ, ഉഖദ് പറഞ്ഞാൽ കെട്ടിടുക എന്നാണ്. അഖദ പറഞ്ഞാൽ കെട്ടിട്ടു എന്നാണ്. ശബദത്തിന് കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചാൽ എന്നർത്ഥം. അപ്പം അങ്ങനെ തീരുമാനിച്ച് ബോധപൂർവം സത്യം ചെയ്താൽ, ശബദം ചെയ്താൽ അതിന് അല്ലാഹു തആല പിടികൂടും. ഫകഫാറത്തുഹു, അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ അടുത്ത കുടുംബക്കാരനായ പാവപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനി എൻ്റെ വക സഹായമൊന്നും കൊടുക്കുകയില്ല സത്യം എന്ന് പറയുകയുണ്ടായി. അതിനൊരു സാഹചര്യം ഉണ്ടായി. ആയിഷ ബീവിയെക്കുറിച്ച്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തുന്നതിൽ എൻ്റെ സഹായം സ്വീകരിക്കുന്ന എൻ്റെ കുടുംബക്കാരനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഇനി എന്നിൽ നിന്ന് അവൻ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല, നൽകുകയില്ല സത്യം എന്ന് അബൂബക്കർ സിദ്ദീഖും സമാനമായി മറ്റു ചില സഹാബികൾ അവർ സഹായം നൽകിയിരുന്ന പലർക്കും ഇനി ഒരു സാമ്പത്തിക സഹായവും നൽകുകയില്ല, അള്ളാഹു ആണ് സത്യമെന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ യുഅ്തലി ഉലുൽ ഫളലി മിൻകും വസ്സഅതി, സൂറത്ത് നൂറിൽ അത് വരുന്നുണ്ട്. നിങ്ങളിൽ സൗകര്യവും സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അത് തിരുത്തി. അപ്പോൾ അവരെന്ത് വേണം? ആ ശബദങ്ങളിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ ഒരു ശബദം ചെയ്യാൻ ഇടയായതിൽ ഇനി പറയാൻ പോകുന്ന പ്രായശ്ചിത്തം നൽകുകയും ചെയ്യണം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സൂറത്ത് നൂറിലെ 22-ാമത്തെ ആയത്ത് വിശദമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്തത് സൂറത്തു തഹരീമിലെ 1-ാമത്തെ ആയത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിഷയമൊക്കെ കൂട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ശപഥം ചെയ്താലോ ഫകഫാറത്തുഹു,
അതിനുള്ള പ്രായശ്ചിത്തം കഫറ കഫറ കഫ് കഫിർ അന്നാ സയ്യാത്തിന നുകഫിർ അൻകും സയ്യാത്തിക്കും എന്നൊക്കെ ഖുർആനിൽ നമ്മൾ പറയാമല്ലേ. കഫറ മായ്ച്ചു കൊടുക്കും, മായ്ക്കുക എന്നാ കഫറ, മായ്ക്കുക. ഫകഫാറത്തുഹു അത് മായ്ക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, അതിനാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ. അത് കുറ്റമുക്തി നൽകുന്നതിനുള്ള ഒരു പരിഹാരം, ഒരു പ്രായശ്ചിത്തമാണ് ഇത്ആമു അശറത്തി മസാക്കീന, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒരു സത്യം ചെയ്തു. എന്ത്? എൻ്റെ തൊട്ട അയൽപക്കത്തുള്ള എൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് ഇനി ഞാൻ കടക്കുകയില്ല, സത്യം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ സത്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബോധപൂർവം ഒരു കാരണം ഉണ്ടായപ്പോൾ സത്യം ചെയ്തു എന്ന് വെക്കുക. എന്നാൽ ഞാൻ അതിൽ നിന്ന് മാറണം. വെറുതെ മാറിയ പോരാ. അതെന്ത് വേണം? നമ്മൾ അതിന് പ്രായശ്ചിത്വം കൊടുക്കുമ്പോൾ ആണ്, അല്ലെങ്കിൽ അല്ലാഹു തആല പിടികൂടും. ഫകഫാറത്തുഹു അതിനുള്ള പ്രായശ്ചിത്തം ഇത്ആമു അശറത്തി മസാക്കീന 10 മിസ്കീന്മാർക്ക് അന്നം കൊടുക്കലാണ്. മിൻ ഔസത്തി, ഔസത്തായിരിക്കണം. ഔസത്ത് വസത്ത് പറഞ്ഞ മദ്യം. മിൻ ഔസത്തി മദ്യമായതിൽ നിന്നും, മിതമായതിൽ നിന്നും, മാ തുത്ഇമൂന നിങ്ങൾ നിങ്ങൾ നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന്, അഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങൾ നൽകുന്ന ഭക്ഷണത്തിലെ ഒരു മിതമായത്, ഒരു മധ്യമ നിലപാടിലുള്ളത്, അഥവാ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാവണമെന്നില്ല, എന്നാൽ പറ്റത്താണതാകാൻ പാടില്ല. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു മിത നിലപാടിലുള്ള ഭക്ഷണമായിരിക്കണം നൽകേണ്ടത്. ഔ അല്ലെങ്കിൽ കിസ്വത്തുഹും അതിനുള്ള അവർക്കുള്ള വസ്ത്രം, 10 പേർക്ക് വസ്ത്രം നൽകണം, കിസ്വത്ത് നൽകണം, കിസ്വത്ത് വസ്ത്രം. ഔ തഹരീറു റഖബത്തിൻ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഫമല്ലം യജിദ് ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ, 10 ആൾക്ക് ഭക്ഷണം കൊടുക്കാനും കഴിഞ്ഞില്ല, അതുപോലെ തന്നെ അവർക്ക് അന്നം കൊടുക്കുക, അവർക്ക് വസ്ത്രം നൽകാനും കഴിഞ്ഞില്ല, അടിമമോചനത്തിനും സാധിച്ചില്ല. കാരണം എന്താ? ഇതിന് 3-നും പൈസക്ക് പണം ചിലവാക്കണം, സാമ്പത്തികമായ ചിലവുണ്ട്. ഇനി പറയാൻ പോകുന്നതിന് ഫമല്ലം യജിദ് കഴിഞ്ഞില്ലെങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാമിൻ 3 ദിവസം നോമ്പ് പിടിക്കണം. അതിന് പൈസ ചിലവാക്കേണ്ടല്ലോ, തടി കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചൊരു 3 ദിവസം. ആദ്യം പറഞ്ഞ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അത് 3ഉം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ 3 ദിവസം നോൻപെടുക്കുക എന്നുള്ളതാണ് പ്രായശ്ചിത്തം, ശബദ ലംഘനത്തിനുള്ള പ്രായശ്ചിത്തം. ദാലിക കഫാറത്തു ഐമാനിക്കും അതാണ് നിങ്ങളുടെ ശബദങ്ങൾക്കുള്ള പ്രായശ്ചിത്തം. ഇതാ ഹലഫ്തും നിങ്ങൾ അങ്ങനെ സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ശബദം ചെയ്താൽ. ഹലഫാറിന് അങ്ങനെ സത്യം ചെയ്യുക, ശബദം ചെയ്യുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം, പ്രതിജ്ഞ ചെയ്യുക. വഹ്ഫലു ഐമാനക്കും നിങ്ങളുടെ ശബദങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ നിങ്ങൾ ചെയ്യുന്ന വർത്തമാനം എന്താണെന്ന് വളരെ കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാകണം. അത് പാലിക്കേണ്ട ശബദമാണെങ്കിൽ പാലിക്കണം, പാലിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതൊക്കെയാണ് അള്ളാഹുവിനെ ഭയപ്പെടണം എന്നുള്ള സൂചനയാണ്. വഹ്ഫലു ഐമാനക്കും നിങ്ങളുടെ ശബദങ്ങളെ, യമീൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐമാൻ. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടത് തന്നെയാണ്. പാലിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ പാലിക്കാൻ പാടില്ലാത്തതാണ്. അതിന് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് അതിലപ്പോൾ അതിൽ നിന്ന് പിന്മാറണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ഇങ്ങനെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് ആയാതിഹി അവൻ്റെ നിയമങ്ങളെ, അവൻ്റെ വചനങ്ങളെ, ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിനായിട്ട്. ഒരൊറ്റ കൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും അള്ളാഹു നിങ്ങളുടെ പാഴ് ശബദങ്ങളിൽ, വ്യർത്ഥമായ ശബദങ്ങളിൽ നിങ്ങളെ പിടികൂടി ശിക്ഷിക്കുകയില്ല. വലാക്കിൻ എന്നാൽ യുആഖിദുക്കും അവന് നിങ്ങളെ പിടികൂടി നടപടിക്ക് വിധേയമാക്കും. ബിമാ അഖത്തുമുൽ ഐമാന നിങ്ങൾ ബോധപൂർവം ശബദങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഫകഫാറതുഹു അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം ഇത്ആമു അശറത്തി മസാക്കീന 10 അഗതികൾക്ക് അന്നം നൽകലാണ്. മിൻ ഔസത്തി മാ തുത്ഇമൂന അഹ്ലീക്കും അഹ്ലു എന്ന കുടുംബക്കാർ, സ്വന്തക്കാർ, വീട്ടുകാർ എന്നൊക്കെയാണല്ലോ. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു മിതമായതിനെ 10 പേർക്ക് നൽകണം. ഔ കിസ്വത്തുഹും അല്ലെങ്കിൽ 10 പേർക്ക് മിതമായ വിധത്തിലുള്ള വസ്ത്രം നൽകണം. ഔ തഹരീറു റഖബത്തിൻ തഹരീർ എന്ന മോചിപ്പിക്കുക എന്നാണ്. റഖബത്ത് എന്ന ഫക്കു റഖബത്തിൻ പെരടിയെ മോചിപ്പിക്കുക എന്ന. പെരടി എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ പെരടിയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് ഒരാളെ മുക്തനാക്കുക.
ഫമല്ലം യജിദ്, അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ അഥവാ അതിനാവശ്യമായ സാമ്പത്തിക ശേഷി ഒരാൾക്ക് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫസ്വിയാമു, അപ്പോൾ നോമ്പുകൾ എടുക്കണം, സലാസത്തി അയ്യാമിൻ, 3 ദിവസം. ദാലിക, അതാണ് കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ നിങ്ങളുടെ ആ ശപഥങ്ങൾക്കുള്ള, നിങ്ങളുടെ ആ സത്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഈ പറഞ്ഞത്. വഹ്ഫദു ഐമാനക്കും, നിങ്ങളുടെ ശപഥങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വർത്തമാനം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും ശപഥം ചെയ്യുമ്പോൾ അത് പാലിക്കേണ്ടതാണെങ്കിൽ പാലിക്കുകയും വിട്ടുപോകേണ്ടതാണെങ്കിൽ വിട്ടു നിൽക്കുകയൊക്കെ വളരെ ജാഗ്രതയോട് കൂടി പറയേണ്ടതാണ്. മനുഷ്യൻ്റെ വർത്തമാനങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പറ്റിപ്പോകും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു തആല ഇങ്ങനെയാണ് അവൻ്റെ ആയാത്തുകളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. ഇതെപ്പോഴാണ് പറയുന്നത്? കഴിഞ്ഞ സൂക്തത്തിൽ നല്ല ഭക്ഷണ വസ്തുക്കൾ, നല്ലത് നിങ്ങൾ ഹലാലാക്കിയത് നിങ്ങളായിട്ട് ഹറാമാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, ആ ആയത്തിറങ്ങിയപ്പോൾ ചില സഹാബികളൊക്കെ നേരത്തെ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽക്ക് ഞാൻ നെയ്യ് കൂട്ടുകയില്ല, കാരണം എന്താ, അത് എൻ്റെ അലസനാക്കുന്നു. ചില ആൾക്കാർ അങ്ങനെ, ഇനി മുതൽക്ക് മാംസം നിഷിദ്ധമാണ്, ഇനി മുതൽക്ക് തേൻ നിഷിദ്ധമാണ്, ഇനി മുതൽക്ക് എനിക്ക് ഉറക്കം നിഷിദ്ധമാണ്. ഇങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്യുക. ആത്മാർത്ഥത കൊണ്ടാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ പഠിക്കാൻ വന്ന 3 ആൾക്കാർ തീരുമാനം എടുത്തില്ലേ, ഇനി മുതൽക്ക് ഞാൻ ഉറങ്ങൂല, രാത്രി ഫുള്ളായിട്ട് നമസ്കാരമായിരിക്കും, ഇനി മുതൽക്ക് ഞാൻ കല്യാണം കഴിക്കൂല, ഉറപ്പാണ്. കാരണം അത് പെണ്ണുകളും കുട്ടികളും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് എന്നൊരാൾ തീരുമാനമെടുത്തു. ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ വേറൊരാൾ പറഞ്ഞു, എനിക്കൊന്നും നോൽമ്പ, പകൽ ഇനി ഭക്ഷണമില്ല, എല്ലാ ദിവസവും നോൽമ്പ്. അപ്പം എന്താണ്, എല്ലാ ദിവസവും അന്നം നിഷിദ്ധമാക്കി, എല്ലാ ദിവസവും ഉറക്ക് നിഷിദ്ധമാക്കി, കല്യാണം കഴിക്കലും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും ഉണ്ടാകലും, ഇതൊക്കെ സ്വയമായിട്ട് ഹറാമാക്കിക്കൊണ്ട് ഇബാദത്തിന് തുരിഞ്ഞപ്പോൾ അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല ഇങ്ങനെ നിങ്ങൾ അല്ലാഹു തആല അനുവദനീയമാക്കിയത് നിങ്ങൾ ഹറാമാക്കരുത് എന്ന് ആയത്തിറങ്ങി. അപ്പോൾ സഹാബികൾ, ഞങ്ങളിൽ ചില ആൾക്കാർ അങ്ങനെ ചെയ്തവരുണ്ടല്ലോ, എപ്പോഴും അങ്ങനെ പ്രതിജ്ഞ ചെയ്തവരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. അപ്പം ഞങ്ങൾ എന്താ കാട്ടേണ്ടത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞ ഹറാമാക്കരുത്. ഞങ്ങളാണെങ്കിൽ സ്വയം ഹറാമാക്കുകയും ചെയ്തു. അതുവരെ ആ നിയമമില്ല. ഈ നിയമം ഇറങ്ങിയപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താ പരിഹാരം? അപ്പോൾ അല്ലാഹു തആല അതിൽ ഇടപെട്ടുകൊണ്ട് പറയും, വെറുതെ അബദ്ധത്തിലോ ബോധപൂർവം അല്ലാതെയോ സംഭവിച്ചതാണെങ്കിൽ വിഷയമല്ല, ബോധപൂർവം കരുതിക്കൂട്ടി അങ്ങനെ തന്നെ പറഞ്ഞ് ബോധപൂർവം എടുത്ത തീരുമാനവും ശപഥവും ആണെങ്കിൽ നിങ്ങൾ ഈ തരത്തിൽ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് അതിൽ നിന്ന് മുക്തരാകണം. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദാലിക കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തു, നിങ്ങൾ സത്യം ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്തമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. വഹ്ഫദു ഐമാനക്കും, നിങ്ങളുടെ ശപഥങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, ഇപ്രകാരമാണ് അള്ളാഹു അവൻ്റെ നിയമങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, അവൻ്റെ വചനങ്ങളെ, ആയാത്തന്നെ അവൻ്റെ വചനങ്ങളെ എന്നാണ് വാക്കിനർത്ഥം. വചനങ്ങളിലൂടെയാണല്ലോ നമുക്ക് നിയമങ്ങൾ കിട്ടുന്നത്, അതുകൊണ്ടാണ് നിയമങ്ങൾ എന്നർത്ഥം സൂചിപ്പിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്റുള്ളവരായി തീരാൻ വേണ്ടിയിട്ട്. കണ്ട, ചെയ്ത ഒരു അബദ്ധത്തിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ശരിയായ മാർഗത്തിലേക്ക് വരണം എന്ന നിയമം വളരെ ലളിതമായും ആളുകളെ നന്മയിലേക്ക് എത്തിക്കുവാനും അവരുടെ പരലോകം നഷ്ടപ്പെടാതെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവൻ തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ പിടിത്തത്തിൽ നിന്ന് അവൻ്റെ അടിമകളെ രക്ഷിക്കാനുള്ള പരിഹാരം അവൻ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്ന ആളാരാണ്? ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ, പിടികൂടെന്ന് പറഞ്ഞ ആളെന്നെ അതിന് പരിഹാരം ഇന്നതാണെന്ന് പറയുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് മനുഷ്യരോടുള്ള സ്നേഹം, കാരുണ്യം. അതുകൊണ്ടാണ് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അവൻ നിങ്ങൾക്ക് അവൻ്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അതിനെ പ്രയോഗവൽക്കരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ